ഇന്ന് നമുക്ക് പ്രകൃതിയുടെ ഒരു അത്ഭുതകരമായ സമ്മാനത്തെക്കുറിച്ച് സംസാരിക്കാം. തിമിംഗല ഛർദി, അല്ലെങ്കിൽ ഒഴുകുന്ന സ്വർണം എന്ന് വിളിക്കപ്പെടുന്ന അമൂല്യ വസ്തു. സ്പെയിൻ തിമിംഗലങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ പദാർത്ഥം കടലിൽ ഒഴുകി നടക്കുകയും ചിലപ്പോൾ തീരങ്ങളിൽ അടിയുകയും ചെയ്യുന്നു. ഓസ്ട്രേലിയ, മാലദ്വീപ്, ഇന്ത്യയുടെ തീരപ്രദേശങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ഒരു കിലോഗ്രാമിന് 3 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ വിലയുള്ള ഈ വസ്തു, എന്നാൽ ഇന്ത്യയിൽ സ്പെയിൻ തിമിംഗലങ്ങളുടെ സംരക്ഷിത പദവി കാരണം കൈവശം വയ്ക്കുന്നത് നിയമവിരുദ്ധമാണ്. എന്താണ് തിമിംഗല ഛർദി? ഇത് എങ്ങനെ ഉണ്ടാകുന്നു? എന്തുകൊണ്ടാണ് ഇതിന് ഇത്ര വില? ഇന്ത്യയിൽ ഇതിന്റെ നിയമപരമായ നിയന്ത്രണങ്ങൾ എന്താണ്? വരൂ, കടലിന്റെ ഈ രഹസ്യ യാത്ര ഒരുമിച്ച് ആരംഭിക്കാം. തിമിംഗല ഛർദി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. സ്പെയിൻ തിമിംഗലങ്ങൾ, ശാസ്ത്രീയ നാമം ഫിസെറ്റർ മാക്രോസെഫലസ്, ആഴക്കടലുകളിൽ വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജീവികളിൽ ഒന്നാണ്. ഈ തിമിംഗലങ്ങൾ സ്ക്വിഡുകളും മറ്റ് കടൽ ജീവികളും ഭക്ഷിക്കുമ്പോൾ ദഹനവ്യവസ്ഥയിൽ ദഹിക്കാത്ത ഭാഗങ്ങൾ, പ്രത്യേകിച്ച് സ്ക്വിഡിന്റെ ബീക്കുകൾ, തിമിംഗല ഛർദിയായി മാറുന്നു. ഈ മെഴുക് പോലുള്ള വസ്തു ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും കടലിൽ ഒഴുകുകയും ചെയ്യുന്നു. കടലിന്റെ ഉപ്പുവെള്ളം, സൂര്യപ്രകാശം, തിരമാലകൾ എന്നിവയാൽ വർഷങ്ങളോളം പരിണമിച്ച് തിമിംഗല ഛർദി മിനുസമാർന്നതും മണംകമിഴ്ത്തുന്നതുമായ ഒരു പദാർത്ഥമാകുന്നു. ശാസ്ത്രജ്ഞർ ഇതിന്റെ രാസഘടന പഠിക്കുന്നു, എന്നാൽ ഇത് പ്രകൃതിദത്തമായി കടലിൽ ഒഴുകുന്നതിനാൽ തിമിംഗല വേട്ടയോ മരിച്ച തിമിംഗലങ്ങളോ വഴി ലഭിക്കുന്നില്ല. വെള്ള, ചാരനിറം, കറുപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറങ്ങളിൽ കാണപ്പെടുന്ന ഈ വസ്തു കടലിന്റെ ഒരു അത്ഭുതമാണ്. തിമിംഗല ഛർദി എവിടെയാണ് കണ്ടെത്തപ്പെടുന്നത്? ലോകത്തിന്റെ വിവിധ തീരപ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് ഓസ്ട്രേലിയ, മാലദ്വീപ്, ന്യൂസിലൻഡ്, ശ്രീലങ്ക, ഇന്ത്യയുടെ തെക്കൻ തീരങ്ങൾ, കരീബിയൻ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഇത് കാണപ്പെടുന്നു. ഇന്ത്യയിൽ അറബിക്കടലിന്റെ പരിസരങ്ങളിൽ മത്സ്യത്തൊഴിലാളികളോ തീരവാസികളോ ബീച്ചുകളിൽ ഇത് കണ്ടെത്താറുണ്ട്. തിമിംഗല ഛർദി ചെറിയ കഷണങ്ങളായോ ചിലപ്പോൾ 1 മീറ്റർ വലിപ്പമുള്ള വലിയ കഷണങ്ങളായോ ഒഴുകി വരുന്നു. ഇതിന്റെ കണ്ടെത്തൽ യാദൃശ്ചികമാണ്, ഇത് ഒരു അപൂർവ നിധിയാക്കി മാറ്റുന്നു. എന്നാൽ ഇന്ത്യയിൽ നിയമപരമായ നിയന്ത്രണങ്ങൾ കാരണം ഈ നിധി കൈവശം വയ്ക്കുന്നത് സങ്കീർണമാണ്. ഇത് പിന്നീട് നമുക്ക് പരിശോധിക്കാം. തിമിംഗല ഛർദിയുടെ വില എന്തുകൊണ്ട് ഇത്ര ഉയർന്നതാണ്? ഒരു കിലോഗ്രാമിന് 3 ലക്ഷം മുതൽ 30 ലക്ഷം രൂപ വരെ വിലയുള്ള ഈ വസ്തു, അതിന്റെ അപൂർവതയും വിപണി ഡിമാൻഡും കാരണം അമൂല്യമാണ്. പെർഫ്യൂം വ്യവസായത്തിൽ തിമിംഗല ഛർദി ഒരു പ്രധാന ഘടകമാണ്, കാരണം ഇതിന്റെ അതുല്യമായ സുഗന്ധം പെർഫ്യൂമുകളുടെ മണം ദീർഘനേരം നിലനിർത്തുന്നു. ഫ്രാൻസ്, മിഡിൽ ഈസ്റ്റ്, ജപ്പാൻ എന്നിവിടങ്ങളിലെ ആഡംബര പെർഫ്യൂം ബ്രാൻഡുകൾ ഇത് ഉപയോഗിക്കുന്നു. സിന്തറ്റിക് പകരക്കാരികൾ ലഭ്യമാണെങ്കിലും പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ മിഡിൽ ഈസ്റ്റിലും ഏഷ്യയിലും തിമിംഗല ഛർദി ഔഷധ ഗുണങ്ങൾ ഉള്ളതായി കരുതപ്പെടുന്നു, എങ്കിലും ശാസ്ത്രീയ തെളിവുകൾ പരിമിതമാണ്. ചില സംസ്കാരങ്ങളിൽ ഇത് ആഭരണങ്ങളിലോ ശേഖരണ വസ്തുക്കളായോ വിലമതിക്കപ്പെടുന്നു. വില, തിമിംഗല ഛർദിയുടെ ഗുണനിലവാരം, വലിപ്പം, സുഗന്ധം എന്നിവയെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. ഇത് ആഗോള വിപണിയിൽ ഒരു വലിയ നിക്ഷേപമാക്കി മാറ്റുന്നു. ഇന്ത്യയിൽ തിമിംഗല ഛർദി എന്തുകൊണ്ട് നിയമവിരുദ്ധമാണ്? 1972 വന്യജീവി സംരക്ഷണ നിയമപ്രകാരം സ്പെയിൻ തിമിംഗലങ്ങൾ ഷെഡ്യൂൾ 1 ഉൾപ്പെടുത്തിയ സംരക്ഷിത ജീവികളാണ്. ഈ നിയമം തിമിംഗലങ്ങളെ വേട്ടയാടുന്നതും അവയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കൈവശം വയ്ക്കുന്നതും നിരോധിക്കുന്നു. തിമിംഗല ഛർദി സ്പെയിൻ തിമിംഗലങ്ങളിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നതാണെങ്കിലും ഒരു തിമിംഗല ഉൽപ്പന്നമായി കണക്കാക്കപ്പെടുന്നു. ഇന്ത്യയിൽ ഇത് കൈവശം വച്ചാൽ 7 വർഷം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ രണ്ടും ശിക്ഷയായി ലഭിക്കാം. ഈ നിയമം സ്പെയിൻ തിമിംഗലങ്ങളെ വംശനാശത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചതാണ്. പ്രകൃതിദത്തമായി കടലിൽ ഒഴുകി വരുന്ന തിമിംഗല ഛർദി പോലും നിയമപരമായി വിൽക്കാനോ ഉപയോഗിക്കാനോ അനുവദനീയമല്ല. ഇത് ഇന്ത്യയിൽ അതിന്റെ വ്യാപാരത്തെ പരിമിതപ്പെടുത്തുന്നു. തിമിംഗല ഛർദിയുടെ പ്രധാന ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? പെർഫ്യൂം വ്യവസായത്തിൽ ഇതിന്റെ സുഗന്ധം പെർഫ്യൂമുകളെ ആഡംബരമാക്കുന്നു. ഉയർന്ന ഗുണനിലവാരമുള്ള പെർഫ്യൂമുകൾക്ക് പ്രകൃതിദത്ത തിമിംഗല ഛർദി ഇപ്പോഴും ഉപയോഗിക്കപ്പെടുന്നു, പ്രത്യേകിച്ച് ഫ്രാൻസിലും മിഡിൽ ഈസ്റ്റിലും. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ ഹൃദയരോഗങ്ങൾ, ദഹന പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിലും ശാസ്ത്രീയ പിന്തുണ കുറവാണ്. ചില സംസ്കാരങ്ങളിൽ തിമിംഗല ഛർദി ഒരു അപൂർവ ശേഖരണ വസ്തുവാണ്. എന്നാൽ ഇന്ത്യയിൽ ഈ ഉപയോഗങ്ങൾ നിയമനിയന്ത്രണങ്ങൾ കാരണം അപ്രസക്തമാണ്. ഇത് ആഗോള വിപണിയിൽ നിന്ന് ഇന്ത്യയെ വ്യത്യസ്തമാക്കുന്നു. തിമിംഗല ഛർദിയുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ആദ്യമായി, അതിന്റെ അപൂർവത. ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നത് 1% സ്പെയിൻ തിമിംഗലങ്ങൾ മാത്രമാണ് തിമിംഗല ഛർദി ഉൽപ്പാദിപ്പിക്കുന്നത്, അതും വർഷങ്ങളോളം കടലിൽ ഒഴുകിയ ശേഷം കണ്ടെത്തപ്പെടുന്നു. രണ്ടാമതായി, തിരിച്ചറിയലിന്റെ സങ്കീർണത. തിമിംഗല ഛർദി കല്ലുകളോ മറ്റ് കടൽ വസ്തുക്കളോ ആയി തെറ്റിദ്ധരിക്കപ്പെടാം, വിദഗ്ധ പരിശോധന ആവശ്യമാണ്. മൂന്നാമതായി, നിയമനിയന്ത്രണങ്ങൾ. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ തിമിംഗല ഛർദിയുടെ കൈവശം വയ്ക്കൽ നിരോധിക്കപ്പെട്ടിരിക്കുന്നു, ഇത് അതിന്റെ വ്യാപാരത്തെ തടസ്സപ്പെടുത്തുന്നു.
നാലാമതായി ധാർമ്മിക ആശങ്കകൾ. പരിസ്ഥിതി സംഘടനകൾ തിമിംഗല ഛർദിയുടെ ഡിമാൻഡ് തിമിംഗല സംരക്ഷണത്തെ ബാധിച്ചേക്കുമോ എന്ന് ആശങ്കപ്പെടുന്നു, എങ്കിലും ഇത് വേട്ടയുമായി ബന്ധപ്പെട്ടല്ല. തിമിംഗല ഛർദിയുടെ ഭാവി എന്താണ്? 2025-നപ്പുറം പെർഫ്യൂം വ്യവസായത്തിലെ ഡിമാൻഡ് തുടരും, എന്നാൽ സിന്തറ്റിക് പകരക്കാരികളുടെ വർധനവ് പ്രകൃതിദത്ത തിമിംഗല ഛർദിയുടെ വിപണിയെ ബാധിച്ചേക്കാം. 2030-ഓടെ ശാസ്ത്രജ്ഞർ ഇതിന്റെ രാസഘടന കൃത്യമായി പകർത്താൻ ശ്രമിക്കുന്നു. ആഡംബര വിപണിയിൽ പുതിയ സാധ്യതകൾ തുറക്കുന്നു. ഇന്ത്യയിൽ സ്പേം തിമിംഗലങ്ങളുടെ സംരക്ഷണത്തിനായി നിയമങ്ങൾ കർശനമായി തുടരും. 2025-ലെ ആഗോള പരിസ്ഥിതി ചർച്ചകൾ തിമിംഗല ഛർദി വ്യാപാരത്തിൽ ധാർമ്മികത ഉറപ്പാക്കാൻ ശ്രമിക്കുന്നു. കടലിന്റെ ഈ അത്ഭുതം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു നിധിയായി തുടരും, എന്നാൽ ഇന്ത്യയിൽ നിയമനിയന്ത്രണങ്ങൾ അതിനെ ഒരു നിശ്ചിത വസ്തുവാക്കി നിലനിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.